നേരത്തെ ഗുരുത്വം എന്ന് തോന്നിയ, നേരത്തെ ശക്തിയുണ്ട്, ഗുരു എന്ന് പറഞ്ഞാൽ ശക്തി, നേരത്തെ ശക്തിയുണ്ടെന്ന് തോന്നിയ ദുർബലതകൾ ക്രമേണ ലഘുത്വമായി. ഭാഗവതത്തിൻ്റെ ഗുരുത്വം, ഭാഗവതം കേട്ട് 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 അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ ആ പോസിറ്റീവ് പവർ ഒന്നുകൂടി ശക്തിപ്പെട്ടപ്പോൾ ആ പരീക്ഷത്തിൻ്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടായി. ഇന്ന് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഇതല്ലേ? ഒരു വിഷമത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാളുടെ മനസ്സിനെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ആ മനസ്സിൻ്റെ ആകർഷണം, അവരുടെ ആ ദുർബലതകളിൽ നിന്നും മാറ്റിയെടുക്കുമ്പോൾ ഇനി നിങ്ങൾ ഉത്തരം പറയണം. ഈ മാറ്റിയെടുക്കാനുള്ള ശക്തി എവിടെ ഉണ്ടായിരുന്നു? ഇത് പുറത്തു നിന്ന് വന്നതാണോ? പറയൂ. മാറ്റിയെടുക്കാനുള്ള ശക്തി ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഏറ്റവും വലിയ ഗുരുത്വം എവിടെയാണ് ഉള്ളത്? എവിടെയാണ് ഉള്ളത്? അപ്പം എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ പലരും ദുരിതം അനുഭവിക്കുന്നത്? ദുരിതങ്ങൾ ഉള്ളത് കൊണ്ടാണോ? തന്നെ മാറ്റിമറയ്ക്കാനുള്ള ശക്തി വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ അതിനൊരു ഗുരുത്വം വേണ്ടേ? അവിടെയാണ് മഹാന്മാരുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മഹത്വമുള്ളത്. നല്ലത് വല്ലതും കേൾക്കാൻ ശർമാജി മാഷെ പോലുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം, അദ്ദേഹം പോയതൊക്കെ നമുക്ക് അങ്ങനെ ഒരു നഷ്ടമാവുന്നത്. കാരണം അങ്ങനെയുള്ള ആളുകളുടെ വെളിച്ചമാണ്, അവർ തന്ന പ്രകാശമാണ് നമ്മുടെ ഉള്ളിലുള്ള ഗുരുത്വ ശക്തി തട്ടി ഉണർത്തിക്കൊണ്ട് നമ്മളെ ഒരു ദുർബലതയിൽ നിന്നും കരുത്തിലേക്ക് പതുക്കെ മാറ്റിയെടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാളും മാനസികമായി ഒരിക്കലും തളരേണ്ടതില്ല. ഇത് പറയാൻ നമുക്ക് എളുപ്പമാണ്, തളരേണ്ടതില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. മാ ശോചതി എന്ന് കൃഷ്ണൻ പറയുമ്പോൾ അർജുനൻ അത് മനസ്സിലാക്കി കൊടുക്കാൻ 18 ചാപ്റ്റേഴ്സ് കൃഷ്ണൻ ആവർത്തിച്ച് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, വെറും 4 ശ്ലോകമുള്ള ഭാഗവതത്തെ, ചതുശ്ലോകി ഭാഗവതത്തെ 18,000-ലധികം ശ്ലോകമുള്ള ഒരു ഭാഗവതമാക്കി മാറ്റേണ്ടത് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മനസ്സിൻ്റെ ദുർബലതകളിൽ നിന്നും മനസ്സിൻ്റെ ശക്തിയിലേക്ക് ഉയർത്തൽ അത്ര, ഉറക്കെ പറയൂ, എളുപ്പമല്ല. കാരണം എന്തുകൊണ്ടാണ് എളുപ്പമല്ലാത്തത്? ഞാനും നിങ്ങളും ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഭാഗവതം എന്ന് പറയുന്നത് കേൾക്കുമ്പം മനസ്സിലാവും, വേഗം ബുദ്ധിക്ക് പിടികിട്ടും. ബ്രഹ്മ, അഹം ബ്രഹ്മ, പരം ബ്രഹ്മ എന്നൊക്കെ പറയുമ്പോൾ ബ്രഹ്മതത്വത്തിലാണ് അഹം, ആ ബ്രഹ്മം തന്നെയാണ് സത്യം. ഇത് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഉള്ളിലുള്ള ബ്രഹ്മതത്വത്തെ പ്രകാശിപ്പിച്ച് കിട്ടൽ അത്ര, ഉറക്കെ പറയൂ, എളുപ്പമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അതാണ് പറയുന്നത്. ഈ മാർഗം കാണുമ്പോൾ തോന്നും വളരെ എളുപ്പമാണെന്ന്, പക്ഷേ ഈ മാർഗം അത്ര എളുപ്പമല്ല. ഇത് ബുദ്ധിമുട്ടുള്ള മാർഗമാണ്. ഇത് പണ്ട് സൂര്യനുപദേശിച്ചു. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, ഏവം ഈ യോഗമുണ്ടല്ലോ, പണ്ട് സൂര്യനുപദേശിച്ചു, പക്ഷെ കാലേന പരന്തപ, ഈ യോഗമെല്ലാം ആളുകളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. കാരണം അത്ര എളുപ്പമായിരുന്നില്ല ഇത്. അപ്പം അതുകൊണ്ട് ഭാഗവതത്തിൽ ഒരു രുചി വരിക എന്ന് പറഞ്ഞാൽ തന്നെ സൗഭാഗ്യമാണ്. ഇനി ഓരോ സപ്താഹങ്ങൾ കഴിയുമ്പോഴും നമ്മൾ എന്താണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ, ഞാൻ പറയണത് ശർമാജിയെ നോക്കിക്കൊണ്ടാണ്, ശർമാജി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അദ്ദേഹം തന്നിരിക്കുന്ന ഈ ജ്ഞാനത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. ഈ ജ്ഞാനമാകുന്ന പ്രകാശത്തെ, ബാക്കി നിങ്ങൾ പറയണം, ജ്ഞാനമാകുന്ന ഈ പ്രകാശത്തെ ഉറക്കെ പറയൂ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. തയ്യാറാണോ? എത്ര പേരങ്ങനെ പകർന്നു കൊടുക്കുന്നവരുണ്ട്? ആദ്യം അവരെ മാത്രം കൈവെക്കുക. കാരണം കുറേ പേര് ഭാഗവതം ടീച്ചേഴ്സാണ്, എനിക്കറിയാം. എത്ര പേര് ഇപ്പം പകർന്നു കൊടുക്കുന്നവരുണ്ട്? കുറേ പേരുണ്ട്. ഇനി ഞാനിത് പകർന്നു കൊടുക്കും എന്നുറപ്പുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ ആ ഗുരുത്വം അപ്പോഴാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും അതിന് യോഗ്യരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യോഗ്യരാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, അയ്യോ എനിക്കിത് പറഞ്ഞു കൊടുക്കാനുള്ള, അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സൈക്കോളജിയാണ്, ഇതൊരു മനഃശാസ്ത്രമാണ്. നിങ്ങളത് പറയുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ ചിന്തയുടെ ശ്രദ്ധ, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിന്തയും ശ്രദ്ധയും. അപ്പം നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ഇത്തരത്തിലേക്ക് ആകുമ്പോൾ ശ്രദ്ധയും ഇത്തരം കാര്യങ്ങളിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധ
ഈ കാര്യത്തിലേക്ക് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? മനഃശാസ്ത്രപ്രകാരം എന്താ സംഭവിക്കുക? ഒരിടത്തേക്ക് തന്നെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒരാൾക്ക് വേറൊന്നിലേക്ക് പോയ ശ്രദ്ധയുടെ തീവ്രത അവർക്ക് പറയൂ കുറയും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും നമ്മുടെ വിഷമങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഈ തക്ഷകനിലേക്കുള്ള ശ്രദ്ധ കുറയണമെങ്കിൽ വേറൊന്നിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കൂടണം. യോയശ്രദ്ധസ്സയേവ ജീവിതം. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, യോയശ്രദ്ധസ്സയേവ ജീവിതം. ഏതിലാണോ ശ്രദ്ധ അത് തന്നെ ജീവിതം. അപ്പം നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് തിരിയണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഈ സ്വാതന്ത്ര്യത്തെ, ഈ ശക്തിയെ, ഈ കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കാനാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത്. നമ്മുടെ കേരളം രക്ഷപ്പെടാനുണ്ടല്ലോ, നിങ്ങൾ ഇത്ര ആളുകൾ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. കേരളം മാറ്റിമറിയും. കേരളം ക്രമേണ ഒരു ഭാഗവത നാടായി മാറണം. അത് നമ്മൾ വെറുതെ കൈയടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി ഇപ്പോഴേ മെനക്കെടണം. നമ്മളെല്ലാവരും അതിനു വേണ്ടി മെനക്കെടണം. മാഷക്ക് സാധിച്ചു. അധ്യാപകനായിരുന്നു കേരളവർമ്മ കോളേജിൽ. ഒരു വശത്ത് അധ്യാപകനായിരിക്കുമ്പോൾ 100 കൂട്ടം തിരക്കുകളുണ്ടായപ്പോഴും വേറെ വശത്ത് ആധ്യാത്മിക പ്രചരണവും അദ്ദേഹം അനുഷ്ഠാനവും കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ, രണ്ടും ഒരുമിച്ച് കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുള്ളൊരു യോഗ്യതയും കഴിവും ഉണ്ട്. ആരും ഇതില്ലാത്തവരില്ല. നിങ്ങൾ നോക്കൂ, രാമായണ മാസത്തിലൂടെ കടന്നു പോകുന്നത് അല്ലേ? ആണോ? രാമായണ മാസത്തിലൂടെ കടന്നു പോകുന്നത്. ഈ രാമായണ മാസത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് കാണാം, രാമായണം കേവലം ഒരു രാമൻ്റെ സ്റ്റോറി മാത്രമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ രാമനും ഗുഹനും തമ്മിലുള്ളൊരു സംവാദം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നോക്കിക്കോളൂ, ശ്രീരാമസ്വാമി താരയായിട്ടുള്ള സംവാദങ്ങൾ, പലരും, ഈവൻ രാവണൻ്റെ ഭാര്യ മണ്ഡോദരിയും തമ്മിലുള്ള സംവാദം, എവിടെ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ ഒരു ആത്മീയ ചർച്ചകൾ അവർ പരസ്പരം ചെയ്യുന്നത്. ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോവുകയാണ്, രാജ്യമൊക്കെ ഉപേക്ഷിച്ച് പോയി കാട്ടിലെത്തി ഗുഹൻ്റെ അടുത്താണ് ആദ്യം എത്തിച്ചേരുന്നത് അല്ലേ? ആ ഗുഹനുമായിട്ട് അന്ന് രാത്രിയിൽ രാമൻ ഉറങ്ങിക്കിടക്കുമ്പം ഗുഹൻ ചോദിക്കണ്ട, അയ്യോ കഷ്ടം, രാമൻ്റെ ഒരു കാര്യം, കൊട്ടാരത്തിൽ കിടന്നുറങ്ങേണ്ട രാമൻ ഇങ്ങനെ ഈ തറയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ, കൈകേയി എന്ത് പാപമാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു ആവറേജ് കേരളക്കാരുടെ ഒരു കാര്യം നോക്കുക. ഇപ്പം നമ്മളൊക്കെ ഒരു മലയാളികൾ, നിങ്ങളായിരുന്നു ലക്ഷ്മണൻ്റെ സ്ഥാനത്ത്. ആരുടെ സ്ഥാനത്ത്? ശ്രദ്ധിക്കണ്ടോ? നമ്മൾ ലക്ഷ്മണൻ്റെ സ്ഥാനത്ത്. രാമനുണ്ട്, കാട്ടിലാണ്, ഗുഹൻ്റെ അടുത്താണ്. ആരുടെ അടുത്ത്? ഗുഹൻ്റെ അടുത്ത്. അപ്പോൾ ഗുഹൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങളാണ് ലക്ഷ്മണൻ, കണ്ടില്ലേ ലക്ഷ്മണ, രാമൻ്റെ ഒരു കാര്യം ഇത്രയും ഗതികേടായിപ്പോലോ. ആ കൊട്ടാരത്തിൽ ജീവിക്കേണ്ട, എത്ര സുഖത്തിൽ ജീവിക്കണം, ആ പട്ടുമെത്തയിൽ കിടക്കേണ്ട രാമൻ എവിടെ കിടക്കണത്? തറയിൽ ഇങ്ങനെ കിടക്കണോ? അതും മുടിയൊക്കെ നിങ്ങൾക്കറിയാം, രാമൻ പാലൊക്കെ ഒഴിച്ച് ജടയാക്കി അങ്ങനെയൊക്കെയാണല്ലോ. എന്തായാലും രാമൻ കിടന്നുറങ്ങണോ, സീത ഉറങ്ങണോ? ആ കാഴ്ച കണ്ടാൽ തന്നെ നെഞ്ചുരുകുന്ന കാഴ്ചയാണ്. കാരണം ഇത്രയും വലിയൊരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ രാമൻ കിടക്കേണ്ട ഗതികേട് വന്നല്ലോ. നിൽക്കട്ടെ, എന്തിനാണ് രാമൻ ഈ ദുരിതം അനുഭവിക്കുന്നത് എന്ന് ഗുഹൻ ചോദിക്കുമ്പോൾ അതിൽ ലക്ഷ്മണൻ എന്താ ഉത്തരം പറഞ്ഞതെന്നറിയും നിങ്ങൾക്ക്? നിങ്ങളായിരുന്നെങ്കിൽ എന്താ പറയുക? ഞാൻ സത്യം പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉള്ളിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. കൈകേയിയുടെ കുറ്റം പറയോ? സത്യം പറയോ? ആ കൊള്ളരുതാത്തൊരച്ഛൻ ആ ദശരഥനെ കുറ്റം പറയൂല്ല, സത്യം പറയും. പെൺകോന്തൻ ആ കൈകേയിക്ക് അടിമപ്പെട്ടത് കൊണ്ടല്ലേ രാമൻ ഈ ദുരിതം അനുഭവിക്കണം, അല്ലേ? അങ്ങനെ പറയൂല്ലയോ? സത്യം പറയൂ.